രോഗികൾ ചോദിക്കുന്ന ഡൗട്ടാണ്, ഡോക്ടറെ കെട്ടുമരുന്ന് എഴുതിയില്ലേ എന്ന്. കെട്ടുമരുന്ന് ഉദ്ദേശിക്കുന്നത് ആന്റിബയോട്ടിക് ആണ്. അതായത് എന്തെങ്കിലും പനിയോ ചുമ എന്തെങ്കിലും അസുഖമായിട്ട് വരുമ്പോൾ നിർബന്ധമായിട്ട് കെട്ടുമരുന്ന് വേണം. ശരിക്കും കെട്ടുമരുന്ന് പറ്റിയിട്ട് കുറെ കെട്ടുകഥകളുണ്ട്. എല്ലാ അസുഖങ്ങളും ഇത് മാറ്റുമോ? ഇല്ല, എല്ലാ അസുഖവും മാറ്റില്ല. അത് ആന്റി ബാക്ടീരിയൽ ആണ്, അത് ബാക്ടീരിയക്കെതിരെയാണ് അത് ആക്ട് ചെയ്യുന്നത്. അത് എല്ലാ അസുഖങ്ങളും കെട്ടുമരുന്ന് മാറ്റില്ല. പിന്നെ കെട്ടുമരുന്ന് പറയുന്നത് ആന്റിബയോട്ടിക് എപ്പോഴും നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് പ്രിസ്ക്രിപ്ഷനോട് കൂടി വേണം കഴിക്കാനായിട്ട്. അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്കും ആന്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ ബാക്ടീരിയ റെസിസ്റ്റൻസ് ഉണ്ടാകും. അതായത് ഒരു ബാക്ടീരിയനെതിരെ പ്രൊട്ടക്ഷൻ നേടും. പിന്നെ നമ്മൾ ഈ ആന്റിബയോട്ടിക് കൊടുത്തത് കൊണ്ട് അത് ഇഫക്റ്റീവ് ആവില്ല. അതേപോലെ തന്നെ നമ്മൾ കെട്ടുമരുന്ന് ഒരു ആന്റിബയോട്ടിക് ഒരു കോഴ്സ് എടുത്തു, പിന്നെ നമുക്കൊരു അതേ സിമിലർ ടൈപ്പ് ഓഫ് സിംറ്റംസ് ഒക്കെ ആയിട്ട് വേറെ അസുഖം വന്നു. അപ്പോൾ വീണ്ടും പഴയ കെട്ടുമരുന്ന് തന്നെ നമ്മൾ കഴിച്ചു. അതൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ കാരണങ്ങൾ കൂട്ടുക ചെയ്യാം. എപ്പോഴും ഓരോ ഇൻഫെക്ഷനും ആന്റിബയോട്ടിക് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മരുന്ന് കഴിക്കാനാണ് നല്ലത്. പിന്നെ ആന്റിബയോട്ടിക് നമ്മൾ അലക്ഷ്യമായിട്ട് എവിടെയും വലിച്ചെറിയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കുകയോ ഒന്നും ചെയ്യരുത്. അതൊക്കെ ഈ ബാക്ടീരിയൽ റെസിസ്റ്റൻസിന് കാരണമാവും. അപ്പോൾ നാളെ നമുക്ക് കൊടുക്കാൻ ആന്റിബയോട്ടിക്കുകളൊന്നും ഇല്ലാണ്ടായിട്ട് മാറും. അപ്പോൾ എപ്പോഴും ആന്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് ഡോക്ടറുടെ അഡ്വൈസോട് കൂടി മാത്രം യൂസ് ചെയ്യുകയും ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നതും ഡ്യൂറേഷൻ ഡോസ് മൊത്തം കഴിക്കാണ്ടിരിക്കുന്നതും അതൊക്കെ തെറ്റാണ്. കറക്റ്റ് ഡ്യൂറേഷൻ എത്രയാണോ ഡോക്ടർ പറഞ്ഞത് അത്രയും ഡ്യൂറേഷൻ തന്നെ ആ ആന്റിബയോട്ടിക് എടുക്കേണ്ടതാണ്.